വെൽക്കം ടു സേറാസ് എൻ്റർടൈൻമെൻറ്റ് വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുന്നേ കുറച്ച് മാസങ്ങളെ ഞാനൊന്ന് റിയാദിൽ ഒരാഴ്ചത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു വിസിറ്റിങ്ങിനായിട്ട്. അപ്പോൾ എടുത്ത കുറച്ച് കാഴ്ചകളാട്ടോ ഇതിൽ മൊത്തം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ടു നോക്ക്, ആദ്യം മുതൽ അവസാനം വരെ പല പല വെറൈറ്റി ആയിട്ടുള്ള ഓരോ സ്ഥലത്ത് കൂടെ പോയതും അവിടുത്തെ കാഴ്ചകളൊക്കെ എക്സ്പ്ലോർ, അങ്ങനത്തെ കുറച്ച് ബോളിവുഡ് സിറ്റിയിലെ കുറച്ച് കാഴ്ചകൾ, പിന്നെ വ്യത്യസ്ത ഫുഡ് കഴിക്കുന്നത്, അവിടുത്തെ എന്താ പറയുക, അങ്ങനെ പലതരത്തിലുള്ള എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കുറച്ച് നീണ്ട വീഡിയോ ആണ്, ഇത് രണ്ടാക്കി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് ആ വീഡിയോയ്ക്കൊരു സുഖം ഉണ്ടാകത്തില്ല. അങ്ങനെ അപ്പോൾ ഒന്ന് കണ്ടു നോക്കണം, ഇഷ്ടമാവുമായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബോളിവുഡ് സിറ്റിയിലേക്ക്. രാത്രിയിലാണ് അവിടെ ഓപ്പൺ ആവുക, നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളൊരു 7 മണി ആ ഒരു സമയത്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഒരു അരമണിക്കൂർ ഇല്ലായിരിക്കും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന്. ഇതൊരു വെരി ലോങ് ബ്രിഡ്ജാട്ടോ, ഒരുപാട് കണ്ടില്ലേ, പെട്ടെന്നൊക്കെ തീരത്തില്ല. അപ്പം നല്ലൊരു എക്സ്പീരിയൻസും ആട്ടോ. അതിൻ്റെ അടിയിലൂടെ പോകുമ്പോൾ ഭയങ്കര ഒരു മുഴക്കവും, അതുപോലെ ഫുള്ള് രാത്രിയിൽ പോകണം. അങ്ങനെ നല്ലൊരു ലൈറ്റും കാര്യങ്ങളെല്ലാം രണ്ട് സൈഡിലും അതുപോലെ തന്നെ മുകളിലും ഒക്കെ ആയിട്ട് നല്ലൊരു രസമാണ്. കണ്ടില്ലേ ഇതുപോലെ. അപ്പം ഞങ്ങൾ കുറച്ചധികം നേരം, അപ്പം ഞാൻ അതാണ് കട്ട് ചെയ്യാതെ അത് മൊത്തം എടുത്തത്. കുറച്ചധികം നേരമുണ്ട്, കുറച്ച് ലെന്തി ആയിട്ടുള്ള. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് ആദ്യമേ ഒന്ന് കയറി. ഇത് കണ്ടില്ലേ, നല്ല എൻട്രൻസ് ഇതാന്ന് തോന്നുന്നു. നമുക്ക് മനസ്സിലാകത്തില്ല എൻട്രൻസ്, ഒത്തിരി എൻട്രൻസ് ഉണ്ട് അതിലേക്ക് കയറാനായിട്ട്. അങ്ങനെ അപ്പോൾ ഇങ്ങനെ കയറി എല്ലാവരും പല രാജ്യങ്ങളിൽ നിന്നുള്ള ഒത്തിരി ആൾക്കാർ നമുക്ക് കാണാം. നല്ല രസമാണ്. അതുപോലെ ഇത് കണ്ടില്ലേ, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഫൗണ്ടെയിൻ, ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത്, പിന്നെ അതുപോലെ കളറ് ഒക്കെ ചേഞ്ചാക്കി നല്ല രസമാട്ടോ. ഇത് കണ്ടില്ലേ, 2 പേര് ഇരിക്കുന്ന കണ്ടോ, നല്ല ഭംഗിയില്ലേ. അവിടെ നിന്നൊക്കെ ഒത്തിരി പേര് ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളി നല്ലൊരു സൈറ്റാട്ടോ. നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ സൂപ്പറായിട്ട് കിട്ടും. ഇവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ വെള്ളം കണ്ടില്ലേ. വർക്ക് പ്ലേസിലെ ടെൻഷനൊക്കെ ഒന്ന് മാറ്റാനും, ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനും, ഒന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും അതുപോലെ ഫാമിലി ആയിട്ടൊക്കെ ഒത്തിരി സ്പേഷ്യസ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ, പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. അപ്പം കുട്ടികളെ കൊണ്ടൊക്കെ ഇരിക്കാനൊക്കെ ഒത്തിരി നല്ല, അവരും ഒരുപാട് എൻജോയ് ചെയ്യും. നല്ല സ്ഥലമാട്ടോ. നല്ല ഒരുപാട് ചൂടൊന്നുമില്ലായിരുന്നു ആ സമയത്ത്. അപ്പം അതുകൊണ്ട് ക്ലൈമറ്റും ഓക്കെ ആയിരുന്നു. നമുക്കിങ്ങനെ കറങ്ങി നടക്കാൻ എല്ലാ സ്ഥലത്തോടും കണ്ടൊക്കെ. ഒരു ഗെയിം നിങ്ങളെ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഞാനൊന്ന് ട്രൈ ചെയ്തു. അതെല്ലാം മൊത്തം താഴെ വീഴ്ത്തിയാൽ നമുക്ക് ഈ ഒരു പാവക്കുട്ടീനെ കിട്ടും. അപ്പം ഞങ്ങൾ 2 പേരും ട്രൈ ചെയ്തു, ഒന്നും നടന്നില്ല. ഇവിടെ തിരിച്ച് അങ്ങനെ ഒത്തിരി സ്ഥലത്തുണ്ട് കേട്ടോ. ഒത്തിരി പേരിങ്ങനെ ആ ഒരു പരിപാടി കൊണ്ടിരിക്കും. നമ്മളതറിയാതെ ഒന്ന് ട്രൈ, എത്ര 20 റിയൽ അങ്ങനെ ഏതാണ്ടോ കൊടുക്കണം തോന്നുന്നു. അപ്പോൾ നമ്മളിത് എറിഞ്ഞ് വീഴ്ത്തിയാൽ നമുക്ക് ആ പൈസ കൊടുക്കാതെ തന്നെ അവരത് തരും. അതാണ് അതിൻ്റെ ഒരു കളി. അപ്പോൾ ഒട്ടുമിക്ക എല്ലാവരും വീഴ്ത്തത്തില്ല, അപ്പം അവർക്കത് ലാഭമാണല്ലോ. അങ്ങനെ അതുപോലെ തന്നെ അപ്പുറം നമ്മൾ കണ്ടില്ലേ ഡാൻസിങ് ഫൗണ്ടെയിൻ, അതുപോലെ ഇതാണ്ട് സർക്കുലർ ഷേപ്പിലുള്ള ഫൗണ്ടെയിൻ ഇതൊക്കെ അവരിങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ കുറേ നടന്ന് നമ്മൾ തീരത്തില്ല, ഒരുപാട് സ്ഥലം കവർ ചെയ്തു. നീണ്ടു കിടക്കുകയാണല്ലോ, പക്ഷെ നടക്കാൻ നല്ല രസമാട്ടോ. ക്ലൈമറ്റ് കൂടെ ഓക്കെ ആയതുകൊണ്ട് പിന്നെ എല്ലാവരെയും കണ്ട് ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളും ബഹളവും എല്ലാം ആവും. നല്ല രസമാണ്, നല്ലൊരു ആംബിയൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കാൻ ഇഷ്ടംപോലെ. പക്ഷേ ഇത് ഫുള്ള് കവർ ചെയ്ത് എത്താൻ പറ്റത്തില്ല. നമ്മളൊരു ഏകദേശം ഒരു 3 മണിക്കൂർ മിച്ചം അവിടെ ഇരുന്നു. കുറച്ച് സമയം ഇരിക്കും, പിന്നെ എന്തെങ്കിലും ഒരു കൂൾ ഡ്രിങ്ക്സൊക്കെ കഴിച്ചു, കോഫി അങ്ങനെയൊക്കെ മാറി പരീക്ഷിച്ചൊക്കെ. പിന്നെ ഞങ്ങൾ ഇത് വേറൊരു സ്ഥലത്ത് പോയപ്പം, അതായത് ഇത് വേറൊരു ദിവസം നമ്മൾ അവിടുത്തെ ഒരു മന്തി, മട്ടൻ, അതാണ് നല്ലതായിരുന്നു, അടിപൊളിയാണ്. അങ്ങനെ അതും
ഒക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എവിടെ നിന്നൊക്കെ മന്തി അല്ലെങ്കിൽ കബ്സ റൈസ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഗൾഫിൽ നിന്ന് കഴിക്കുന്ന അത്രയും ഒരു ഫീൽ, ആ ഒരു പെർഫെക്റ്റായിട്ട് ആ ഒരു ടേസ്റ്റ് വരത്തില്ല. ബാക്കിയുള്ളിടത്തുനിന്ന് ഓക്കെയാണ്, പക്ഷേ അത് അവിടുത്തെ കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു എന്താണെന്നറിയില്ല, അത്രയും നല്ലൊരു അത് അവരുടെ ട്രഡീഷണൽ ഫുഡാണ്. അങ്ങനെ അതുകൊണ്ടായിരിക്കാം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടോ, നല്ല ഡാൻസിങ് ഫൗണ്ടൈൻ. ഇത് കണ്ടോ, ഇത് നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. കുറച്ച് അവരുടെ വീഡിയോസൊക്കെ എടുത്തു. ഒത്തിരി ആൾക്കാരൊക്കെ കൂടിയിട്ടു അത് കാണാനായിട്ട്. അവരുടെ കോസ്റ്റ്യൂംസ് ഒരു ഡിഫറെൻ്റായിട്ട് ഇതെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഭയങ്കര രസമല്ലേ കാണാനും, അല്ലേ? നല്ല ക്യൂട്ട് ഫേസൊക്കെ ആയിട്ട്. അപ്പം നല്ല അടിപൊളിയായിരുന്നു. അത് നന്നായിട്ട് എൻജോയ് ചെയ്തു. കുറേ സമയം അത് ഓരോ ഏരിയ കവർ ചെയ്ത് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എല്ലാവർക്കും ഇതിൻ്റെ ഇടയിൽ. അപ്പം കുറേ പേര് അവിടെ ഒരുപാട് ഔട്ട്ലെറ്റുകളുണ്ട്. നമുക്ക് എന്താ പറയുക, കോഫി, കൂൾ ഡ്രിങ്ക്സ്, അതുപോലെ ഫാസ്റ്റ് ഫുഡ്, അങ്ങനെ എല്ലാത്തരം എല്ലാം അവൈലബിളാണ്. അപ്പം എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്തിരുന്ന ഒരു ഓപ്പൺ സ്പേസിൽ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു ദിവസം നമ്മൾ അവിടുത്തെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി. അവിടെ നല്ല അവിടുത്തെ ഒരു സൂപ്പർ അടിപൊളി ഫുഡാണ് കേട്ടോ അവിടുത്തെ. അവിടെ പോയിട്ട് ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് കൂട്ടം കറി ഇട്ടിട്ട് നല്ല ചമ്മന്തി, എന്താ പറയുക, പൈനാപ്പിൾ പച്ചടി, ഒത്തിരി ഒരുപാടുണ്ട്. എല്ലാം നല്ല സൂപ്പറായിരുന്നു കേട്ടോ. കൂടെ ഞങ്ങൾ വെച്ചല്ല കേട്ടോ, കുറച്ച് കക്ക ഇറച്ചി, കക്ക ഫ്രൈ കൂടെ വാങ്ങിച്ചിരുന്നു. അപ്പം എല്ലാം ഓക്കെ, സൂപ്പറായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇതാ അങ്ങനെ ബോളിവുഡ് സിറ്റി തന്നെ ഒരുപാട്, ഇത് ഞാൻ പറഞ്ഞില്ലേ മുന്നേ, ഒരു നമ്മൾ എറിഞ്ഞിട്ട് വീഴ്ത്തിയാൽ നമുക്ക് ആ ഡോള് കിട്ടും. അതുപോലെ സെയിം ഒരുപാട് സ്ഥലത്തുണ്ട് കേട്ടോ. അതുപോലെ ഇതുപോലെ ഒരു വലിയൊരു ഗ്ലോബിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കണ്ടില്ലേ, നല്ലൊരു ഡിസ്പ്ലേ. നല്ല രസമാണ് ഇതൊക്കെ നോക്കി നടന്ന് കാണാനായിട്ട്. നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, ഒരുപാട് സ്ഥലമുണ്ട് അവിടെ. എന്ത് ആക്ടിവിറ്റീസിനും എന്തും തുടങ്ങാനായിട്ടും ഒക്കെ, അതായത് വലിയ മാൾസ്, അതുപോലെ എല്ലാ ആവശ്യത്തിൽ കൂടുതൽ സ്പേസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഒന്നും നോക്കണ്ട, എല്ലായിടത്തും എന്നാ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ അടിപൊളി ലൈഫാണ് കേട്ടോ. നമ്മൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ ഒപ്പം കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോകാറുണ്ട്. പക്ഷെ നമ്മൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് വിസിറ്റിങ്ങിനായിട്ട് കുറച്ച് ദിവസത്തേക്ക് ഒരു അത്യാവശ്യമായിട്ട് പോയതുകൊണ്ട് അപ്പോൾ ഒരുമാതിരി ടൈം ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ നമ്മളിതിലെല്ലാം ഒന്ന് വേഗം കറങ്ങി അടിച്ച് പിറ്റേ ദിവസം ഡ്യൂട്ടിയൊക്കെ ഉള്ളതാണ്. അപ്പം അതൊക്കെ ഒന്ന് മാനിച്ച് നമ്മൾ കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്തു. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. കുറച്ച് ദിവസം ഒരു 1 വീക്കേ ഉണ്ടായിരുന്നുള്ളെങ്കിലും എല്ലാ ദിവസവും നമ്മൾ പരമാവധി അവിടെ യൂട്ടിലൈസ് ചെയ്തു കേട്ടോ. എല്ലായിടത്തൂടെയും ഒന്ന് പോയി. അപ്പം ഇത് കണ്ടില്ലേ, ഇത് ഐസ്ക്രീം ഉണ്ടാക്കുക കേട്ടോ. ഏത് ഫ്ലേവർ വേണമെങ്കിലും നമുക്ക് ആകെ കൺഫ്യൂഷനായിട്ടോ ഏത് ചൂസ് ചെയ്യുന്നത്. അതിങ്ങനെ മിക്സ് ചെയ്ത് അവർ തരും. ഡാർക്ക് ചോക്ലേറ്റ്, പിന്നെ ഹേസൽനട്ട്. അപ്പം നമ്മളിത് ഓർഡർ ചെയ്തിട്ട് അതും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ കൂടുതൽ ബ്ലൂബെറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ആകെ തിരക്കായിപ്പോയി. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന കാണാനും നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ, അടിപൊളിയായിട്ട്. അത് ഒരുപാടുണ്ട് കേട്ടോ. മൊത്തം നമുക്ക് ഫിനിഷ് ആക്കാൻ പറ്റിയില്ല, കുറച്ച് ഞങ്ങൾ കളയേണ്ടതായിട്ട് വന്നു. പക്ഷെ നമുക്ക് പറ്റത്തില്ല, ഇപ്പം കഴിഞ്ഞു. പിന്നെ ക്യാരമൽ ട്രഫിൾ കോൺസിലാണ് അവരത് ഫില്ല് ചെയ്ത് തരുന്നത്. അത് നമുക്ക് ചൂസ് ചെയ്യാം. അതിൻ്റെ എന്താ പറയുക, നമുക്ക് തന്നെ പലതരത്തിലുള്ള കോൺസ് ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടെ കഴിച്ച് തീർക്കാൻ പറ്റിയില്ല. ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് ഒരു ഹാഫ് പോർഷൻ കഷ്ടി കഴിച്ചു കേട്ടോ. ഭയങ്കര. അതുപോലെ തന്നെ ഇതാ നമ്മൾ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള
സാലഡ്സ്. അത് പല രാജ്യങ്ങളുടെയും അവരുടെ സ്പെഷ്യലായിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ചൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ അവിടുന്ന് ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഇത് നമുക്ക് എല്ലാം ടേസ്റ്റ് ചെയ്യണമെങ്കിൽ എല്ലാം കുറേശ്ശെ എടുത്തിട്ട് അവരത് എന്തുമാത്രം ഉണ്ടെന്ന് നോക്കി അതിൻ്റെ ഒരു വെയിറ്റ് നോക്കിയിട്ടാണ് നമുക്കതിൻ്റെ പ്രൈസ് വരിക. അപ്പം നിങ്ങൾക്ക് എല്ലാം ഒന്ന് ട്രൈ ചെയ്യണമെങ്കിൽ കുറേശ്ശെ എടുത്ത് വെച്ചിട്ട് അങ്ങനെ ഞാൻ ചിലപ്പോൾ ചെയ്യാറുണ്ട് കേട്ടോ. മൊത്തം എടുക്കാൻ പറ്റത്തില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്ത് കുറച്ച് എടുക്കും അങ്ങനെ. ഇത് കണ്ടോ, ചീസ്, ഒരുപാട് ഫുഡ് ഐറ്റംസൊക്കെ ആട്ടോ. അതുപോലെ ഇപ്പം നമുക്ക് ഇത് എല്ലാം നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പം ഇത് ഞങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് കണ്ടു പോകും കേട്ടോ. മിക്കപ്പോഴും കാണുന്നതായിരിക്കും നമ്മൾ ഷോപ്പിങ്ങിൽ പോകുക. എന്നാലും ഇതൊക്കെ ഒന്ന് കണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമാണ്, ഒരു സുഖമാണ് കേട്ടോ. അങ്ങനെ കണ്ടില്ലേ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇതൊക്കെ വാങ്ങിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പം ഒലീവ്സ് ഒക്കെ ഉണ്ട്, പലതരത്തിലുള്ള ഒലീവ്സിൻ്റെ കണ്ടിട്ട് ചീസിൻ്റെ ഒക്കെ എന്താണെന്ന് അറിയത്തില്ല, ഞങ്ങൾക്ക് സംഭവമാണ്. പക്ഷെ നോക്കി വില അടക്കം ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇതാ ഒലീവ്സ് ഇട്ടിരിക്കുന്നത് കണ്ടോ, വെച്ചിരിക്കുന്നത് കണ്ടോ, പലതരത്തിലുള്ളത്, പല വെറൈറ്റിയിൽ കളറൊക്കെ പച്ചയുണ്ട്, അതുപോലെ റെഡ്. ഇനി ഇതാ പാസ്ട്രി ഐറ്റംസാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കേക്കുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, പ്ലം കേക്ക് മുതൽ അങ്ങോട്ട് പ്ലം ഉണ്ട്, റെഡ് വെൽവെറ്റ്, അതുപോലെ ഡിഫറെൻറ്റ് ഫ്ലേവറിൽ ഉള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. പിന്നെ ഡോണറ്റ്സ്, പിന്നെന്താ ക്രോസാൻഡ്, ഓരോ രീതിയിൽ ഇത് പീസാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് അനുസരിച്ച് 1/2 kg, 1 kg, 2 kg ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇതാ ഒരുപാട് സ്വീറ്റ്സ്. ഇത് പൈനാപ്പിൾ ഫ്ലേവർ ഉള്ള കേക്കാണ്. സ്വീറ്റ്സ് കണ്ടോ, നല്ല സ്വീറ്റ്സ്. ഇതൊക്കെ ഭയങ്കര മധുരമുള്ളതാണ് കേട്ടോ. മധുരം ഇല്ലാത്തതും ഉണ്ട്, എന്നാലും കൂടുതലും മധുരമുള്ളതാണ്. കണ്ടില്ലേ, ഇതൊക്കെ അടിപൊളിയാട്ടോ. നമ്മൾ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം ബർത്ത്ഡേക്ക് കണ്ട്, കൊള്ളാം.
ഈ ബട്ടർഫ്ലൈ ഒന്ന് നോക്കിക്കേ, നല്ല ഭംഗിയില്ലേ. അപ്പം ഞാനിവിടുന്ന് കുറേ നേരം ഒന്ന് ഫോട്ടോയ്ക്ക് എടുക്കാനായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കിട്ടും. അവരത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതും എല്ലാവരും തന്നെ കുഞ്ഞുങ്ങളൊക്കെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല രസമില്ലേ ബട്ടർഫ്ലൈ നല്ല ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണണം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോയൊക്കെ എടുത്തു, അങ്ങനെ നടന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് തീരത്തില്ല, ഒരുപാട് സ്ഥലത്തിങ്ങനെ ഉണ്ട്. ഈ ഫൗണ്ടെയിനൊക്കെ ഡിഫറെൻ്റായിട്ട് പലതരത്തിൽ അവർ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ പോയത് എന്താ പറയുക, ഒരു ഷോപ്പിൽ ഇത് ഒട്ടിപ്പൊളി ഫ്ലവേഴ്സ് ഇട്ടോ കണ്ടില്ലേ, എന്തൊരു ഭംഗിയാണോ, കണ്ടെടുക്കാൻ തോന്നത്തില്ല. ഞാനിങ്ങനെ എല്ലായിടത്തും ഓരോ ഫ്ലവറും ഇങ്ങനെ നോക്കി, അത് ആർട്ടിഫിഷ്യലാണെന്ന് പറയത്തില്ല, ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ഫ്ലവേഴ്സായിരുന്നു. കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ കണ്ട് കേട്ട് ഇങ്ങനെ പോകാനായിട്ട്. വലിയ തെങ്ങും പനയൊക്കെ പോലെ വലിയ ചെറുതുമായിട്ടുള്ള ഒരുപാട് തരം അതായത് തന്നെയാണ് ഒരു ഏരിയ മൊത്തം ഇതൊക്കെ തന്നെയാണ്. അതൊക്കെ അവരുടെ വീടുകളിലൊക്കെ വലിയ വീട്ടിലൊക്കെ നമ്മൾ അലങ്കരിച്ച് വയ്ക്കാനൊക്കെ ആയിട്ട് ഒരുപാട് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന കാണാം. ഇതിന് ഇത്രയും വലുതൊന്നും മേടിക്കത്തില്ല, ചെറിയ ചെറിയ വലുതും മേടിച്ചാലായി. അങ്ങനെ ഫ്ലവറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നല്ല വലിയൊരു ഷോപ്പാട്ടോ. ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് എന്താ പറയുക, ഡ്രസ് മെറ്റീരിയൽസ്, അതായത് തരം തിരിച്ച് കുട്ടികൾക്കുള്ളതുണ്ട്, വലിയ ആൾക്കാർക്കുള്ളത്, ജെൻസിന്, അങ്ങനെ എല്ലാവർക്കും വ്യത്യസ്ത തരത്തിൽ അതും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയില്ല. ഞാനിവിടെ ഇങ്ങനെ ഫ്ലവേഴ്സ് ഇങ്ങനെ കണ്ടപ്പോൾ അവിടെ തന്നെ നിന്നു. ജസ്റ്റ് ഒന്ന് പോയി, വീഡിയോ ആയിട്ട് എടുത്തില്ല, അതൊന്ന് കറങ്ങി അടിച്ചങ്ങ് പോന്നു. അങ്ങനെ ഇത് മുകളിലത്തെ ഫ്ലോറിലുള്ള കാഴ്ച കേട്ടോ. താഴെ അതുപോലെ തന്നെ വേറെ പലതരത്തിലുള്ള നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം താഴെയുണ്ട്. അതും കൂടി ഉൾപ്പെടുത്തിയാൽ ഒത്തിരി ലെന്തി ആയിപ്പോവും. അപ്പം ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾ കുറച്ച് നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ കാഴ്ചകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുണ്ടോ നല്ല പർപ്പിൾ കളർ കടലാസ് റോസയൊക്കെ അതുപോലെ തന്നെയല്ലേ, ഭയങ്കര ഒറിജിനലാന്നേ തോന്നത്തുള്ളൂ കേട്ടോ. റോസൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന, പക്ഷേ കടലാസ് റോസയൊക്കെ അതുപോലെ തന്നെയുണ്ട്. ഏകദേശം തീരാനായി ഫ്ലവേഴ്സ്. ഇത് കണ്ടോ, വേറൊരു എനിക്ക് ഭയങ്കര ഇഷ്ടം ചെരുപ്പുകൾ, ഷൂസ്, നല്ല ഹീൽസൊക്കെ ഉള്ള ചെരുപ്പുകളൊക്കെ കണ്ടിങ്ങനെ പോകാനായിട്ട്. എല്ലാം മേടിക്കാൻ പറ്റത്തില്ല, എന്നാലും കണ്ടുപോകാം. അത്രമേൽ ഇഷ്ടപ്പെടുകയാണ് ഒരിക്കലും എന്നാ പറയുക, എടുക്കാമെന്ന് അത്രയും മനസ്സിന് ഇഷ്ടപ്പെടുകയാണ് ചിലപ്പോൾ എടുക്കും കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കണ്ടുപോകും. അതുപോലെ തന്നെ വേറൊരു ഐറ്റം വരുന്നുണ്ട്, ബാഗ്സ്. നല്ല കണ്ടില്ലേ ബാഗ്, നമുക്ക് എല്ലാം ഇഷ്ടപ്പെടും കേട്ടോ. ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ. അപ്പോൾ ഒരുപാടല്ല, കുറച്ചൊക്കെ നല്ല രസമില്ലേ കാണാനായിട്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി തോന്നുന്നു. അപ്പം ഇഷ്ടമായി ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോസ്.